ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണ പോലെ തന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആട്ടോ ഇന്നത്തേത്. രാവിലെ ഞാൻ കുറച്ച് മുട്ടക്കറി വെക്കാൻ വേണ്ടി പോവുകയാണ്. മുട്ട പുഴുങ്ങിയിട്ടല്ല കറി വെക്കുന്നത്, മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുള്ള കറിയാണ്. പാലപ്പം ഉണ്ടാക്കിയതിൻ്റെ ബാക്കി കുറച്ച് മാവ് ഫ്രിഡ്ജിലിരിപ്പുണ്ട്. അപ്പോൾ അത് കള്ളപ്പം പോലെ ദോശക്കല്ലിൽ കോരി ഒഴിച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ മുട്ടക്കറി വെക്കാൻ വേണ്ടിയിട്ട് ആദ്യം വെളിച്ചെണ്ണയിൽ കടുകൊക്കെ പൊട്ടിച്ചിട്ട് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ പച്ചമുളക് വേണമെങ്കിൽ അതും ചേർക്കാം, എരിവ് കൂടുതൽ വേണമെങ്കിൽ കറിവേപ്പിലയൊക്കെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയേ. സർവ്വസൂതിയുടെ ഇല ഉണ്ടെങ്കിൽ അതും ഇടാം. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മസാലപ്പൊടി എല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് പഴുത്ത ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇത് ചോറിനും പിന്നെ പലഹാരങ്ങൾക്കും എല്ലാം നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. എളുപ്പം ഉണ്ടാക്കാനും പറ്റും. മുട്ടയൊക്കെ കുറവാണെങ്കിൽ 2 മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ 4-5 പേർക്ക് കൂട്ടാൻ പറ്റുന്ന പോലെ കറി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ഇന്നിപ്പോൾ കറി വെക്കുന്നത്. തേങ്ങയും പെരിഞ്ചീരകവും കൂടെ അരയ്ക്കാൻ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. പിന്നെ 2 മുട്ട ഞാനൊന്ന് കഴുകിയിട്ട് പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട് കേട്ടോ. 2 മുട്ട മാത്രമേ ചേർക്കുന്നുള്ളൂ. മുട്ട ഉടയാതെ വേണമെങ്കിൽ ഇളക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഏതായാലും ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. വല്ലാതെ അങ്ങ് കുത്തി ഉടച്ച് തോരൻ പരുവത്തിലാകുന്നില്ല, ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഉണ്ടാവും. ആ ഒരു പരുവത്തിൽ ഒന്ന് ഇളക്കിയെടുത്തു. അത് കഴിഞ്ഞേച്ച് പിന്നെ തേങ്ങ അരച്ചത് ചേർക്കും കേട്ടോ. മുട്ട പെട്ടെന്ന് വേകുമല്ലോ. ഈ കറി വെക്കുമ്പം വല്ലാതെ എരിവായി പോകാതെയും പിന്നെ വല്ലാതെ ചാറാക്കി വെക്കാതെയും ഇരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. എന്നാലേ ഈ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് തിള വരുന്ന സമയത്ത് തീ ഓഫാക്കുവാണ്. തിളപ്പിക്കേണ്ട, തിള വരാൻ നേരത്ത് ഓഫാക്കിയാൽ മതി. ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നല്ലോ, അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇടുവാണ്. ലാസ്റ്റ് മല്ലിയിലയും കൂടി ഇടണം. ഒരു 10-15 മിനിറ്റോളം ഉണ്ടാക്കാൻ പറ്റുന്ന കറിയുമാണ്. സിമ്പിളുമാണ്, നല്ല ടേസ്റ്റുള്ള കറിയാട്ടോ. ലാസ്റ്റ് നമ്മുടെ ഇവിടെ ഉള്ള ആഫ്രിക്കൻ മല്ലി ഉണ്ടല്ലോ, അതാട്ടോ ഞാൻ കഴുകിയിട്ട് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുത്തേക്കുന്നേ. ഈ മുട്ട പൊട്ടിച്ചൊഴിച്ചുള്ള കറി ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടി മസാലപ്പൊടിയൊക്കെ ചേർത്തിട്ട് തേങ്ങ അരയ്ക്കാതെയും വെക്കും. പക്ഷേ തേങ്ങ അരച്ച കറിക്കാട്ടോ ഒന്നുകൂടെ ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ രാവിലത്തേക്ക് അപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ മുട്ട പൊട്ടിച്ചൊഴിച്ചുള്ള കറിയും ചായയൊക്കെ ആക്കി ചായ കൂടിയൊക്കെ കഴിഞ്ഞു. ഇന്നിപ്പോൾ ചേട്ടായിക്ക് ചോറ് കൊണ്ടുപോകണ്ടായിരുന്നേ. അതുകൊണ്ട് ഞാൻ രാവിലത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടാണ് ചോറ് വെച്ചത്. പിന്നെ കുറച്ച് താമസിച്ച് എഴുന്നേറ്റത്. അക്കുവിന് രാവിലെ അപ്പവും ആ മുട്ടക്കറിയും തന്നെയാണ് കൊടുത്തു വിട്ടതും. അവൾക്ക് ചോറ് വേണ്ട, അത് മതിയെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ രാവിലെ ചോറൊന്നും വെച്ചില്ലായിരുന്നേ. അത് കഴിഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ചോറ് രാത്രിയായപ്പോൾ ചൂടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ച് അടുപ്പേ വെച്ചേച്ച് പിന്നെ ഞാനങ്ങ് മറന്നുപോയി. എനിക്കൊരു ഫോൺ വന്നു കേട്ടോ. അതും വിളിച്ച് വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചോറ് അടുപ്പ് വെച്ച കാര്യം മറന്നുപോയി. പിന്നെ ആകെ കരിഞ്ഞ് പിടിച്ച് കലത്തിൻ്റെ അടിവശമൊക്കെ ഈ കമ്പി കൊണ്ടിട്ട് ഉരച്ചിട്ടും വൃത്തിയാവുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ യൂട്യൂബിലൊരു വീഡിയോ കണ്ടതാണ്. കുറച്ച് പേസ്റ്റും അപ്പക്കാരവും പിന്നെ വിനാഗിരിയും നമ്മൾ പാത്രം കഴുകുന്ന ലിക്വിഡും ഉണ്ടല്ലോ, അതും കൂടെ മിക്സ് ആക്കിയിട്ട് ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം നന്നായിട്ട് ഉരച്ച് കഴുകിയാൽ അങ്ങനെ കരി പിടിച്ചതൊക്കെ വേഗം, അങ്ങനെ കരിയല്ലത്, അങ്ങനെയൊക്കെ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ വേഗം പോകുമെന്നും പറഞ്ഞ് ഞാൻ വെറുതെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാട്ടോ. പക്ഷെ നന്നായിട്ട് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഏതായാലും ചോറും കലമൊക്കെ കഴുകി അരിയൊക്കെ അടുപ്പേലിട്ടു. പിന്നെ കുറച്ച് പാത്രമൊക്കെ കഴുകി പാചകമൊക്കെ തുടച്ച് വൃത്തിയാക്കുവാണ്. ഇന്നിപ്പോൾ റേഷൻ കടയിൽ നിന്ന് മേടിച്ച പുതിയ അരിയാണ് ഇട്ടേക്കുന്നത്. സാധാരണ ഒരു 25 മിനിറ്റൊക്കെ ആകുമ്പം ചോറ് വേകുന്നതാണ്. ഇന്നിപ്പോൾ പുതിയ അരി ആയതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പം വെന്ത് പോയാൽ ഇവിടെ ഇഷ്ടമല്ല കേട്ടോ. വെന്ത് പോകാത്ത ചോറാണ് ഇഷ്ടം. അപ്പോൾ അത് നോക്കി ഇന്ന് വാർക്കുകയും നോക്കുകയൊക്കെ വേണം. പുതിയ അരിയാണെങ്കിൽ പെട്ടെന്ന് വേകും. അരി കുറച്ച് പഴകി കഴിയുമ്പം ഒരു 5-10 മിനിറ്റ് കൂടുതൽ റൈസ് കുക്കറിൽ വെക്കേണ്ടതായിട്ട് വരുവേ. അപ്പം ഇന്നിപ്പോൾ പുതിയ അരിയല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് വേകും. ചോറൊക്കെ തിളപ്പിച്ചിട്ട് റൈസ് കുക്കറിലേക്ക് എടുത്തു വെച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് തുണിയൊക്കെ അലക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. കുറച്ചേറെ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ അലക്കാൻ വേണ്ടി. കല്ലേലും മെഷീനകത്തും ഒക്കെ ഇട്ടിട്ടും ഒക്കെ അലക്കാനുള്ളതുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം അലക്കി കുറേ താഴെ വിരിച്ചിട്ടു. അവിടെ സ്ഥലമില്ലാത്തതിന് കുറച്ച് തുണിയും കൊണ്ട് മുകളിൽ കയറി വന്ന ടെറസിൻ്റെ മുകളിൽ വിരിച്ചിടാൻ വേണ്ടിയിട്ട്. പറമ്പിൽ കൂടെ എന്തോ നടക്കുന്ന കണ്ടിട്ട് ഞാൻ നോക്കിയതാട്ടോ. ഞാൻ വിചാരിച്ച് കാട്ടാടായിരിക്കുന്നു. ഇപ്പോൾ കുറേ നാളായി കാട്ടാടിനൊന്നും കാണുന്നില്ല. രാത്രിയാകുമ്പോൾ കരയുന്നൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ പോയത് പട്ടിയായിരുന്നേ. കഴിഞ്ഞ ദിവസം പുലിമുരുകൻ മേടിച്ചപ്പം അതെന്നാ മീനാന്ന് കുറേ പേർക്ക് അറിയത്തില്ലായിരുന്നേ. അപ്പോൾ മൈന എന്നോട് പറഞ്ഞു അതെന്നതാണെന്നൊന്ന് ഫുള്ളായിട്ട് കാണിക്കുമായിരുന്നെങ്കിൽ പറയാമെന്ന്. അപ്പോൾ ഇതാട്ടോ ഇവിടെ പറയുന്ന പുലിമുരുകൻ മീൻ. ഇവിടെ ഇതുപോലെ ഏകദേശമൊക്കെ ഇരിക്കുന്ന ഒരു മീനുണ്ട്. പക്ഷേ അതിനിവിടെ കാട്ടയില അല്ലെങ്കിൽ പാര എന്നൊക്കെയാട്ടോ പറയുന്നത്. അത് വേറെ ഇത് വേറെ, രണ്ടും രണ്ടാണ് ഇവിടെ.
അപ്പോൾ ഇതാണ് ആ മീൻ. ഇത് പിന്നെ ചെതുമ്പലൊന്നുമില്ല കേട്ടോ, ചെതുമ്പലൊന്നുമില്ല. ഈ തലയുടെ വശത്ത് മാത്രം ഒരു ശകേലം ചെതുമ്പലുണ്ട്. എന്നാലും വെറുതെ ഇങ്ങനെ കത്തി കൊണ്ടൊന്ന് ചിരണ്ടിയിട്ട് അങ്ങ് മുറിച്ചെടുക്കുക ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ അത്രയും ഫ്രഷ് മീനല്ല. ഇപ്പം മീനിനൊക്കെ ഭയങ്കര വിലയല്ലേ, ഇതിന് മാത്രം ഇച്ചിരി വിലക്കുറവുണ്ട്. ഈ വാലും പിന്നെ ഈ സൈഡിലത്തെ ചിറകുകളും ഈ ചിറകുകളും എല്ലാം മുറിച്ച് കളഞ്ഞിട്ട് തലയൊക്കെ മുറിച്ച് അങ്ങ് വെട്ടിയെടുക്കുക ചെയ്യുന്നത്. ചെതുമ്പൽ അധികമില്ല. ഈ ഒരു തലയുടെ വശത്തെത്തുമ്പോൾ ഒരു ശകേലമുണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ വാലിൻ്റെ അറ്റത്ത് ചെറിയൊരു ഇങ്ങനെ ഒരു കട്ടിയായിട്ടിരിക്കുന്നൊരു ഭാഗമുണ്ട്. അതിങ്ങനെ ചെത്തിയും കളയും ഇതുപോലെ. കണ്ടോ, ഇങ്ങനത്തെ ഒരു ഭാഗമുണ്ട്, അതങ്ങ് ചെത്തിക്കളയും കൂടെ ചെയ്താൽ എളുപ്പം വെട്ടിയെടുക്കാനൊക്കെ പറ്റുന്ന മീനാണ്. ഇത് വെള്ളക്കാന്താരിയാണ്. സാധാരണ കാന്താരിയുടെ ഒരു ടേസ്റ്റ് അല്ല ഇത് അരയ്ക്കുമ്പം, പിന്നെ വേറൊരു ടേസ്റ്റായി. ചിലർക്ക് ഇതിൻ്റെ ഈ വെള്ളക്കാന്താരിയുടെ ഒരു ടേസ്റ്റും ചുവയൊന്നും ഇഷ്ടമല്ല. പക്ഷേ ഇത് പഴുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുമാണ്, നല്ല എരിവുമാണ് കേട്ടോ. 2 കാന്താരി മതി ഒരു കറിക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ വെള്ളക്കാന്താരി പഴുത്ത് കഴിഞ്ഞിട്ടാണ് കറിക്കൊക്കെ അരയ്ക്കാനും പിന്നെ തോരന് ഒക്കെ ചേർക്കാനൊക്കെ ആയിട്ട് പറിക്കുന്നത്. ഈ പച്ച കളറിൽ നിൽക്കുമ്പോൾ ഒട്ടും എരിവുണ്ടാവത്തില്ല. അതുകൊണ്ടാണ് ഈ മുളകെല്ലാം പഴുത്ത് നിൽക്കുന്നത്. ഇപ്പോൾ പഴുത്ത് കഴിഞ്ഞിട്ട് ഇതെല്ലാം പറിക്കും കേട്ടോ. പറിച്ചില്ലെങ്കിൽ ഈ മരം പിന്നെ ഈ തൈയില്ലേ, മുളക് തൈ, അത് കേടുവരും. നമ്മൾ പറിക്കണം, എന്നാലേ കൂടുതൽ കായൊക്കെ ആയി വരത്തുള്ളൂ. ഇതൊക്കെ കിളികൾ തിന്നതാണ്. അപ്പോൾ അതിൻ്റെ ഈ ഞെട്ടൊക്കെ അങ്ങ് പറിച്ച് കളയണം. ചോറ് വെന്തു വാർത്തിട്ടു. പിന്നെ മീൻകറി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചോറ് ഒത്തിരി നേരം വാർത്തിടുകയല്ല, വെള്ളം പോയി കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ നൂർത്ത് വെക്കും. നല്ലരിയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, കുറച്ച് നേരം തടയിൽ കിടന്നാലും. പക്ഷേ റേഷനരിയൊക്കെ ആകുമ്പോൾ തടയിൽ കിടന്നാലും വെന്ത് പോകും. അതുകൊണ്ട് വെള്ളം പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ നൂർത്ത് വെക്കുവേ. ഇന്നിപ്പോൾ ഞാൻ മീൻ വറക്കാനൊന്നും എടുത്തില്ല, മൊത്തവും കറി അങ്ങ് വെച്ചു. അങ്ങനെ മീൻകറിയൊക്കെ ആവുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് കുഞ്ഞിപ്പെണ്ണിൻ്റെ തലമുടി ഒന്ന് മുറിക്കാൻ വേണ്ടിയിട്ട് ബത്തേരിക്ക് പോകണം. സാധാരണ കുഞ്ഞിപ്പെണ്ണിൻ്റെ മുടി ഷേപ്പാക്കുന്ന ബ്യൂട്ടി പാർലർ തുറന്നിട്ടില്ലായിരുന്നേ. അതുകൊണ്ട് വേറൊരു ബ്യൂട്ടി പാർലറിൽ പോയിട്ടാണ് കുഞ്ഞിപ്പെണ്ണിൻ്റെ മുടിയൊക്കെ ഒന്ന് ഷേപ്പാക്കിയൊക്കെ എടുത്തത്. അപ്പോൾ അവിടെ ചെന്നപ്പം ബ്യൂട്ടി പാർലറിൻ്റെ മുൻവശത്ത് കുറേ പൂക്കളൊക്കെ നട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. രാവിലെ അലക്കിയിട്ട തുണികളൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നേ. ഇനിയിപ്പോൾ അതൊക്കെ മടക്കി വെക്കണം. രാത്രിക്കത്തേക്ക് ചപ്പാത്തി ഉണ്ടാക്കണം. കുളിച്ചിട്ടില്ല, കുളിക്കുകയും വേണം. ഇന്നിപ്പോൾ തറയൊന്നും തുടച്ചില്ലായിരുന്നു കേട്ടോ, രാവിലെ ഒന്ന് അടിച്ചു വാരി ഇട്ടതേ ഉള്ളൂ. ഇന്ന് കുഞ്ഞിപ്പെണ്ണിന് ക്ലാസ് ഇല്ലായിരുന്നു, അവരുടെ സ്കൂളിൽ വാർഷികമായിരുന്നേ. അതുകൊണ്ട് ഇന്ന് ക്ലാസ് ഇല്ലായിരുന്നു. നാളെ ഇനിയിപ്പോൾ അവൾക്ക് സ്കൂളിൽ പോകണം. അപ്പോൾ കുറച്ച് ഹോംവർക്കൊക്കെ ചെയ്യിപ്പിക്കാനും ഉണ്ട്. അങ്ങനെ വൈകുന്നേരത്തെ കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ. ഇനി മുടിയൊക്കെ വെട്ടിച്ചിട്ട് ഞങ്ങൾ ചേട്ടായുടെ കൂടെ ആട്ടോ വന്നത്. ചേട്ടായി ജോലിക്ക് പോയിട്ട് വരുന്ന സമയത്ത് ഞങ്ങൾ ഒന്നിച്ചാണ് വന്നത്. ഇനിയിപ്പോൾ അക്കു ട്യൂഷൻ കഴിഞ്ഞിട്ട് 7:30 ആകുമ്പോഴേ എത്തത്തുള്ളൂ. അക്കുവിൻ്റെ ഒരു പഴയ വാട്ടർ ബോട്ടിലായിരുന്നേ. അപ്പോൾ അതവിടെ ഇങ്ങനെ വെറുതെ കുറച്ച് ദിവസമായി ഇരിക്കുന്നത്. അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊരു ചെടി നട്ടു വെച്ചതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.